ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞൻ പൂന്തോട്ടത്തിലെ പുതിയ ഒരു അതിഥിയെ പരിചയപ്പെടാമേ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ബോർഡർ പ്ലാന്റ് ആയിട്ട് ഈ സീനിയനെ ഓരോ അറ്റത്തും വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു, തൊടാൻ പാടില്ല എന്നൊക്കെ. കാരണം ഈ പൂവ് കണ്ടാൽ നമ്മളന്ന് തൊട്ട് പോവും, അത്രയ്ക്കും ഭംഗിയിലാണ് കൂട്ടത്തോടെ ഈ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് തൈകൾ കിട്ടിയപ്പോൾ ഞാൻ അതിനെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കുപ്പിയൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അടിയിൽ കുറച്ച് ബോർഡർ പ്ലാന്റൊക്കെ നട്ടിട്ട് ഈ ഒരു സീനിയെ നോക്കൂ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഡബിൾ ലെയർ ആണെന്ന് പറയാനും പറ്റില്ല. എന്നാലും നോക്കൂ, ഒരു ഭാഗത്ത് മാത്രം 2 ലെയറായിട്ട് വന്നിട്ടാണ് പൂ നിൽക്കുന്നത്, ഒരു ഭാഗത്തേക്ക് സിംഗിൾ ലെയറും. ഒരുപക്ഷെ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ പൂവിൻ്റെ ജന്മത്തിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ. അതുകൊണ്ടാണല്ലോ ഓരോരോ വികൃതികൾ ഇങ്ങനെ ഓരോ പൂവുകളിൽ കാണാൻ കഴിയുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മറ്റൊരു ഫ്ലവറാണ് കേട്ടോ സീനിയ എന്ന് പറയുന്നത്. ഒരുപാട് നമ്മളിങ്ങനെ കൂട്ടത്തോടെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഒത്തിരി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഡബിൾ പെറ്റൽസും ഉണ്ട്, സിംഗിൾ പെറ്റൽസും ഉണ്ട് കേട്ടോ. ഇതിൽ സീനിയയിൽ ഒരുപാട് വെറൈറ്റീസ് കളർ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് കിട്ടിയ കുറച്ച് തൈകൾ മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മൾ കണ്ട ആ സെയിം റോസ് പ്ലാന്റിൽ തന്നെ റെഡ് കളർ ഫ്ലവർ നിൽക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഓരോരോ വികൃതികളെന്ന്.